നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പേരാണ് ഡി മണി എന്ന വ്യക്തിയുടേത്. ആരാണ് ഈ ഡി മണി? ദാവൂദ് മണി എന്നാണ് മറ്റു ചിലർ ഇയാളെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇയാൾ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എമ്പാടും ഉയരുന്നത്. ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ നേരിട്ട് തിരുവനന്തപുരത്ത് വന്നാണ് പോറ്റിക്കും സംഘത്തിനും പണം കൈമാറിയത് എന്നും പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയി എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു വ്യവസായിയുടെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. ആ വ്യവസായിക്ക് ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പോലീസിനോട് വെളിപ്പെടുത്തിയത്. അങ്ങനെ രമേശ് ചെന്നിത്തല നൽകിയ നമ്പറിലേക്ക് വിളിക്കുകയും ഈ വ്യവസായിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വ്യവസായിയിൽ നിന്നാണ് ഡി മണി ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിനെല്ലാം ചരട് വലിച്ചതും പണം കൈപ്പറ്റിയതുമെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുപക്ഷെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം, ലോക്ക്ഡൗൺ കാലത്താണ് ഇവർ പലതും അവിടെ നിന്ന് കടത്തിയത് എന്നുള്ളതാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് ഇവർ ഇതെല്ലാം തന്നെ കടത്തിക്കൊണ്ടുപോയതെന്നാണ് പറയപ്പെടുന്നത്. ശബരിമലയിൽ നിന്നുള്ള ശബരിമലയിൽ നിന്നുള്ള വിശിഷ്ട വസ്തുക്കളാകുമ്പോഴേക്കും അത് ഒരിടത്തും തടയുകയില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെയാണ് ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ കടത്തിയതെന്നാണ് പറയുന്നത്. ഈ വിഗ്രഹങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ വിദേശത്തേക്ക് തന്നെ എത്തിച്ച് കാണാനാണ് സാധ്യത. ഇവിടെ കോടികൾ വില വരുന്ന ഇത്തരം വിഗ്രഹങ്ങൾക്കൊക്കെ തന്നെ വിദേശ മാർക്കറ്റിൽ 100 കണക്കിന് കോടിയായിരിക്കും വിലമതിക്കുന്നത്. അങ്ങനെ ഇവർ വലിയൊരു മാഫിയ സംഘമായി നിന്നുകൊണ്ട് തന്നെ വൻതോതിൽ വിഗ്രഹ കടത്തും നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ഈ ഡി മണിക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധമുള്ള ബാംഗ്ലൂരിലെ മറ്റൊരു വിവാദ വ്യവസായിയുണ്ട്. ഇയാളെ ഇനിയും പ്രത്യേക അന്വേഷണ സംഘം തൊട്ടിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇയാളുടെ പശ്ചാത്തലവും അത്ര നല്ലതല്ല. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇയാളെ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇവരെ ഒന്നും തന്നെ ഇനിയും തൊടാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരവും വിചിത്രവുമായ കാര്യം. കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ നടത്തിയെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതിനുശേഷമാണ് ഇവർ പലരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ മേൽ എപ്പോഴും സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഡി മണിയും കണ്ടുമുട്ടുമ്പോൾ അവിടെ വലിയൊരു പ്രമുഖനും അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദേവസ്വം ബോർഡുമായി ബന്ധമുള്ള പ്രമുഖൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ വലിയൊരു തീവെട്ടിക്കൊള്ളയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല ശബരിമലയിലെ ആക്രസാധനങ്ങൾ എന്നുള്ള പേരിൽ അവിടുത്തെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും പുറത്തേക്ക് ഇവർ കടത്തിയിരുന്നു എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ട്രാക്ടർ നിറയെ എത്തിച്ച ആക്രസാധനങ്ങൾ അവിടെയുള്ള ആളുകൾ തടഞ്ഞതിനെ തുടർന്ന് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരം പിന്നീട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയ ആൾ ചെറിയ മീനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ ഇപ്പോൾ സംസ്ഥാനാന്തരത്തിൽ മാത്രമല്ല ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ പോയി ഇയാൾക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ ഭരിച്ചാലും അവരെല്ലാം തന്നെ സ്വാധീനിച്ച് ഒപ്പം നിർത്തി അവരുടെ ആളായി നിന്നുകൊണ്ട് പ്രമുഖർക്കൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് ഈ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ കടത്തിക്കൊണ്ട് പോയതെന്നും സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയതിൻ്റെ പിന്നിലൊക്കെ തന്നെ പ്രവർത്തിച്ചത് ഇയാളുടെ ബുദ്ധിയാണ്. പക്ഷേ ഇതിനെല്ലാം കുടപിടിച്ചത് കൂട്ടുനിന്നത് ദേവസ്വം ബോർഡിലെ ഉന്നതർ തന്നെയായിരുന്നു. പത്മകുമാറിനെ പോലെയുള്ള അല്ലെങ്കിൽ വാസുവിനെയൊക്കെ പോലെയുള്ള വമ്പന്മാർ ഇയാൾക്ക് കുടപിടിച്ചിരുന്നു. അതുപോലെ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങൾ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിരുന്നുള്ള കാര്യമൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ ആരെയും ചോദ്യം ചെയ്യുന്നില്ല. ഈ ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ആളുകളെ മാത്രം വെച്ച് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവരുടെ പരിപാടി എന്നാണ് തോന്നുന്നത്. ഏതായാലും ഡി മണി ആരാണ് എന്ന ചോദ്യത്തിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉത്തരം ലഭിക്കേണ്ടതാണ്. അങ്ങനെ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ അക്കാര്യത്തിലും പോലീസ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഒളിച്ചുകളി നടത്തുകയാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും.